നിന്നോട് മാപ്പ് ചോദിക്കാനാണ് ഞാൻ വന്നത്. അയ്യൂഫും ഞങ്ങളെല്ലാവരും നിന്നോട് ചെയ്തത് ചതിയാണ്. ബോബി ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഇപ്പോൾ രാമേട്ടൻ്റെ മോൻ വന്നു, അവന് ജനപിന്തുണയുണ്ട്. എന്നിരുന്നാലും നിന്നെ പാർട്ടിക്ക് ഒരിക്കലും കൈവിടാനാവില്ലല്ലോ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആ മേടേലാൻ്റെ കളി നിന്നെ ഇവിടെ നിന്ന് ഇറക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് സ്റ്റീഫ. പക്ഷേ ആ ബോബിയെ നീ ഒന്ന് കരുതിയിരിക്കണം. അവൻ വിഷമാ, കൊടും വിഷം. നിനക്ക് നേരെ വാ നേരെ പോവാണെന്ന് എനിക്കറിയാം. പക്ഷേ ബോബിയെ പോലുള്ളൊരുത്തനെ നേരിടേണ്ടത് അങ്ങനെയല്ല. പിന്നെങ്ങനാ വർമ്മ സാറേ? ആ പറയാം. പണ്ട് ഒരു റെയിൽവേ പാളത്തിൻ്റെ അപ്പുറവും ഇപ്പുറമായിരുന്നു ഞാൻ പഠിച്ചിരുന്ന പള്ളിക്കൂടവും എൻ്റെ വീടും. കൂടെ പഠിച്ചിരുന്ന തഹസീൽദാരുടെ മകനൊരു പേടയായിരുന്നു. നിവർത്തി കിട്ട ഒരു ദിവസം ഞാൻ അവനെ തല്ലി. വലിയ കോലാഹലമായി. അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അച്ഛൻ ഈ വർമ്മ എന്നുള്ള വാല് മാത്രമേ ഉള്ളൂ. പലിശയ്ക്ക് കൊടുപ്പും ഭൂമിയിടപാടും കള്ളിഷാപ്പും ഒക്കെ ആയിരുന്നു. തഹസീൽദാർ ഒത്താശയില്ലാതെ ഒന്നും നടക്കുകയില്ല. പുകലൊക്കെ ഒരു വീതം ഒതുക്കി എന്നെയും വിളിച്ച് പാളം വഴി നടത്തിക്കൊണ്ട് വരിക അച്ഛൻ. മിണ്ടാട്ടമില്ലാതെ മുരണ്ടുകൊണ്ട് നടന്ന എന്നോട് അച്ഛൻ പറഞ്ഞു, ഇടാ മഹേശ, നമ്മളെക്കാൾ ശക്തിയുള്ള ഒരാൾ നമ്മളോട് കുരുക്കാൻ വന്നാൽ നമ്മൾ അയാളെ നേരിടുന്നതിനൊരു തഞ്ചമൊക്കെ വേണം. ഇപ്പതാ അവിടുന്ന് ഒരു തീവണ്ടി വരും. നിന്റെ ഒപ്പം നടക്കുന്നത് തഹസീൽദാരുടെ ചക്കനാണെന്ന് വിചാരിക്കുക. അവൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടേ. അപ്പം നിനക്ക് അവനോട് വൈരാഗ്യമുണ്ടേ. നിനക്കവൻ ഇല്ലാതാകണം എന്നൊരാഗ്രഹവും ഉണ്ടേ. ദാ ഇങ്ങനെ കാറ്റും കൊണ്ട് നടക്കുമ്പോൾ ദൂരത്ത് നിന്ന് തീവണ്ടി ഇങ്ങനെ വരും. നീ കളിച്ചും ചിരിച്ചും തമാശയൊക്കെ പറഞ്ഞ് അവൻ്റെ ഒപ്പം നടക്കും. തീവണ്ടി അടുത്തെത്തുമ്പോൾ കൈമുട്ടുകൊണ്ട് ചെറുതായിട്ടൊരു ഒരു തട്ട് തീർന്നേ. നമ്മളെ ആരും സംശയിക്കുകയില്ല. തീവണ്ടി അവനെയും കൊണ്ടുപോവുകയും ചെയ്യും. രാഷ്ട്രീയത്തിൽ ഞാൻ ഇന്നും പാലിക്കുന്ന ഉപദേശമാണ് അച്ഛൻ അന്ന് തന്നത്. സ്റ്റീഫനും നിന്റെ കൂടെ നിന്ന് നിന്നാൽ മതി. ബോബിയെ നമുക്ക് അതേപോലെ അങ്ങ് തട്ടാം. ഉപദേശം കൊള്ളാം വർമ്മ സാറേ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തൻ്റെ തന്തയല്ല എൻ്റെ തന്ത. ആരാണ് സ്റ്റീഫന്റെ തന്ത? അല്ല, അത് പി കെ രാമദാസ് ആണെന്നൊരു